മിശിഹായിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ, ഇന്നേ ദിവസം ഭർതൃഗ്രഹത്തിൽ മരുമകളെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ നൽകാമെന്നാണ് ഞാൻ വിചാരിക്കുക. വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഭർതൃഗ്രഹത്തിലെത്തുന്ന നവവധൂവരന്മാരെ പിതാവും മാതാവും ചേർന്ന് അനുഗ്രഹിച്ച് സ്വീകരിക്കണം. ബൈബിൾ നമ്മൾ കാണുന്നുണ്ട്. തോബിത്ത് 11:17 മകളെ സ്വാഗതം, നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ, നിൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ് എന്നാണ് ആ വചനം പറയുന്നത്. നമ്മുടെ പാരമ്പര്യമനുസരിച്ച് നമുക്കറിയാം, വധുവിനെ കുരിശ് മുത്തിച്ച് സ്വീകരിക്കുന്ന, കുരിശ് വരച്ച് സ്വീകരിക്കുന്ന ഒരു പതിവുണ്ട്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിമാരോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. മറ്റൊന്നുമല്ല, എന്താണ് ഈ കുരിശ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം? ഈശോ കുരിശിൽ മരിച്ച് തൻ്റെ സഭയ്ക്ക് വേണ്ടി ജീവൻ ഹോമിച്ചതുപോലെ, മകളെ, നിന്നെ ത്യാഗനിർഭരമായ സ്നേഹത്തോടെ ഞാൻ ഈ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി മരിച്ച് സ്നേഹിക്കുവാൻ തയ്യാറാണ് എന്നാണ് വാസ്തവത്തിൽ ആ കുരിശ് വരച്ച് മുത്തിച്ച് സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥം എന്നറിയണം. അല്ലാതെ കയറിവാടി, ഇന്നു മുതൽ നിനക്ക് ഞാനൊരു കുരിശായിരിക്കും എന്നല്ല. ഇപ്പോൾ തമാശയായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വരുത്താതെ ത്യാഗപൂർവ്വം സ്വീകരിച്ച് സ്നേഹിക്കാനുള്ളൊരു മനോഭാവത്തോടെ വേണം നമ്മൾ ആ കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കുവാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മക്കളെ രണ്ടുപേരെയും പ്രാർത്ഥനാമുറിയിൽ പ്രവേശിപ്പിച്ച്, ഇത് കഴിഞ്ഞ് രണ്ടുപേരെയും കൂടെ പ്രാർത്ഥനാമുറിയിലിട്ട് കൊണ്ടുപോയി മാതാപിതാക്കൾ അവരെ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പലപ്പോഴും അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാം, വീഡിയോക്കാരൻ പറഞ്ഞിട്ടാണ്. ഒന്ന് അപ്പനൊന്നിന്നെ അമ്മയൊന്നിന്നെ കൈവച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാം വെക്കുന്നുണ്ട്. അതല്ല, അവരെടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ മക്കളെ ഹൃദയപൂർവ്വം അനുഗ്രഹിക്കുക, ഉള്ളു കത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ അനുഗ്രഹിച്ചാൽ അത് വലിയ അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളതിന് സംശയം ഒന്നും ഇല്ല. തിരുവചനം പറയുന്നുണ്ട്, അപ്പൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുമെന്നാണ്. പ്രഭാഷകൻ 3:9 പറയുന്നുണ്ട്. അതുപോലെ ഉദ്യോഗസ്ഥരായ മരുമക്കളും ഇന്ന് കടന്നു വരുന്നുണ്ട്. ബഹുഭൂരിപക്ഷം മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കാണും. അവർ സ്വീകരിക്കുവാൻ മാതാപിതാക്കൾ ഒരുങ്ങിയിരിക്കണം. അധികമൊന്നും സഹായം കിട്ടിയെന്ന് വരില്ല, അവരവരുടെ ജോലിക്കൊക്കെ പോകും. കുറച്ചൊക്കെ സഹായം കിട്ടിയെന്ന് വരും, അവരെ സ്വീകരിക്കുക. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഇരട്ടി സ്നേഹം കൊടുക്കണം. കാരണം ഔദ്യോഗിക ജോലിയും വീട്ടിലെ ജോലിയും എല്ലാം കൂടെ അവർ നിർവഹിക്കണ്ടേ. ഇരട്ടി സ്നേഹം കൊടുത്തവരെ സ്വന്തമാക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിമാരോട് എനിക്ക് പറയാനുള്ളത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്നാലും വാസ്തവത്തിൽ മാതൃത്വം അതാണ്, സ്വയം കൊടുക്കലാണ്. ആ കൊടുക്കലിലുള്ള സന്തോഷം ശരിക്കും അനുഭവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിവാഹത്തിന് മുമ്പ് രണ്ട് വീടുകളിൽ ഒരു പ്രാർത്ഥനാ ദിനം ആചരിക്കുന്ന നല്ല കാര്യമാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി വേണം നമുക്ക് വിവാഹത്തിലേക്ക് കിടക്കുവാൻ. ഒരു ദിവസമാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരു കാരണവശാൽ വിവാഹത്തോട് ചേർന്ന് നമ്മുടെ കുടുംബത്തിൽ മദ്യം കയറ്റരുത്. നമ്മുടെ കുടുംബം നശിക്കും എന്നുള്ളത് വളരെ സ്നേഹം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റുമാരെ ഒഴിവാക്കുക. നമുക്ക് പറ്റുന്ന പോലെ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാവുന്ന പോലെ ചെയ്താൽ മതി. അല്ലാതെ പരിശുദ്ധമായ കൂദാശയിൽ അവരെയൊക്കെ പ്രവേശിപ്പിച്ച ഒരുമാതിരി നടത്താൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാക്കി മാറ്റാതെ പരിശുദ്ധമായി വിവാഹ ചടങ്ങ് നടത്താനും അവരെ സ്വീകരിക്കാനും കഴിയട്ടെ എന്ന് സ്നേഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ ആദ്യത്തെ കത്ത് ആരുടേതാണ്? അമ്പൂരിയിൽ നിന്നും ജോർജ് കുട്ടി അയച്ച കത്താണ്. ബഹുമാനപ്പെട്ട അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിൽ 3 ആൺമക്കളും 4 പെങ്ങന്മാരുമാണ്. എല്ലാവരും തന്നെ വിവാഹിതരാണ്. അപ്പൻ മരിച്ചുപോയി. ഞങ്ങളുടെ ഒരു പെങ്ങൾ നൈസിയും ഭർത്താവും ഞങ്ങളുടെ അമ്മയെ സ്വാധീനിച്ച് ഈ കുടുംബത്തിൻ്റെ സകല കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ്. അമ്മ അവരോട് ആലോചിക്കാതെ ഒരു തീരുമാനവും എടുക്കുകയില്ല.
അവർ ഞങ്ങളുടെ എല്ലാ കുടുംബകാര്യങ്ങളിലും ഇടപെടുകയും ചെയ്യും. ഇത് മറ്റു മക്കൾക്ക് എല്ലാവർക്കും അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. കുടുംബത്തിൽ എപ്പോഴും പരസ്പര കലഹങ്ങളും ഉണ്ടാക്കുന്നു. അമ്മ അവർ പറയുന്നതല്ലാതെ മറ്റൊന്നും കേൾക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുകയില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും വളരെയേറെ വിഷമിക്കുന്നുണ്ട്. എന്താണ് ഇതിനൊരു പരിഹാര മാർഗമെന്ന് ഞങ്ങൾക്കറിയില്ല. ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമേ. തീർച്ചയായിട്ടും ജോർജ് കുട്ടിയുടെ അസ്വസ്ഥത ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വിവാഹം കഴിച്ച പെങ്ങൾ അനാവശ്യമായിട്ട് സ്വന്തം വീട്ടിൽ ഇടപെടുകയാണ്. അവൾ ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല. അവൾ ആ ഭർതൃഗൃഹത്തോടാണ് അടുക്കുകയും സ്വന്തമാക്കുകയും ചെയ്യേണ്ടത്. എനിക്ക് പറയാനുള്ളത് നൈസിയും ഭർത്താവും അവർ കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നൈസിയും ഭർത്താവും ഈ പരിപാടി ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ പേരിൽ നമ്മുടെ വീട്ടിലൊരു കലഹം വേണ്ട എന്ന് എനിക്ക് ജോർജ് കുട്ടിയോട് പറയാറുണ്ട്. അതെങ്ങനെ ഉണ്ട് അവരിടപെടുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തമ്മിലൊരു വഴക്കും വലിയും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവർ സ്നേഹത്തിൽ ഒന്നായി കഴിയണം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ശത്രു വരുമ്പം ബാക്കിയുള്ള ഒന്നിക്കുമെന്ന് പറഞ്ഞ പോലെ. അങ്ങനെയാണെങ്കിൽ അത് തെറ്റായ രീതിയാണ്. എന്നാലും അങ്ങനെയാണെങ്കിലും ഒന്നായി കഴിയണം. അവർ അത് കലഹിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരും എൻ്റെ ഒരു ചിന്ത വിചാരിച്ചെന്നല്ല എനിക്ക് തോന്നുന്നത്, വിചാരിച്ചിനെ വിവരം അറിയിക്കണം. ഇത് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ട് വിചാരിച്ച വീട്ടിൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കട്ടെ. ഇതുവഴി കാര്യങ്ങൾ ഭംഗിയാക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അച്ഛൻ നൈസിയോടും ഭർത്താവിനോടും സംസാരിക്കണം. അവരുടെ ഇടപെടലിനെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ പറ്റും. വിവാഹം കഴിഞ്ഞ് നൈസിയുടെ വീട് ഭർതൃഗൃഹമാണെന്നത് നൈസിക്ക് പറഞ്ഞു കൊടുക്കുവാൻ തീർച്ചയായിട്ടും അച്ഛന് സാധിക്കും. അച്ഛൻ ഇടപെടുമ്പോൾ അച്ഛന് സാധിക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല. തോബിത്ത 10-12 അവരെ ബോധ്യപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ അല്ല നിൻ്റെ വീട്, ഇവിടെ വന്ന് ഇടപെടരുത്, ഒരു കാരണവശാലും ഇടപെടരുത് എന്നുള്ള ഒരു ചിന്ത കൊടുത്ത് അച്ഛനെ തിരുത്താൻ കഴിയും. അവർ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ജോർജ് കുട്ടിയാണ് കത്തെഴുതിയിരിക്കുന്നത്. ജോർജ് കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ജോർജ് കുട്ടി ഈ കുടുംബത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ജോർജ് കുട്ടി ആ ബോധ്യമുള്ളത് കൊണ്ടാണ്, പ്രാർത്ഥിക്കുന്ന ആളായതുകൊണ്ടാണ് എഴുതിയതെന്ന് എനിക്ക് ഉറപ്പാണ്. അവിടെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. ബന്ധനങ്ങളൊക്കെ അഴിയണം. ഇതൊക്കെ ഒരു ബന്ധനമാണിതൊക്കെ. എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് സാത്താൻ്റെ പണിവാണ്. അത് മാറ്റിക്കളയാനായിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കാമെന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് എന്താണ് മേഴ്സിക്ക് പറയാനുള്ളത്? കുടുംബത്തിൽ എപ്പോഴും ഭിന്നത എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു പ്രവണതയല്ല. ഭിന്നത ഉണ്ടാക്കുന്നത് പിശാചിൽ നിന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അരൂപിയുള്ളവർ ഭിന്നത ഉണ്ടാക്കില്ല. പിന്നെ ഈ വിവാഹം കഴിച്ചു വിട്ട പെൺമക്കൾ ഒരു കാരണവശാലും പിന്നീട് സ്വന്തം കുടുംബം ഭരിക്കുവാനും അവിടുത്തെ കാര്യത്തിൽ ഇടപെടാനും അവളും ഭർത്താവും ചെയ്യുന്നത് ശരിയല്ല. ഇവിടെ ആൺമക്കളില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സഹായമായിട്ട് തീരാം. പക്ഷേ ആൺമക്കളുണ്ട്, അവർക്കും അവരുടെ ഭാര്യമാർക്കും മക്കൾക്കുമാണ് പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനും നടത്താനുമുള്ള അധികാരം വിട്ടുകൊടുക്കേണ്ടത്. അപ്പോൾ അപ്പനില്ലാത്ത സാഹചര്യം നോക്കി അമ്മയെ സ്വാധീനിക്കുകയും അമ്മ അവർ പറയുന്ന കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ ആൺമക്കൾക്ക് തന്നെ അമ്മയോടുള്ള ബഹുമാനവും സ്നേഹവും കുറഞ്ഞു പോകും. പിന്നെ ശരിയായ ഒരു നിയന്ത്രണമല്ലത്, ശരിയായ ഒരു ഭരണരീതി അല്ലത്. അതൊരിക്കലും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ല. അപ്പോൾ കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാകുവാൻ ഓരോ മക്കളും വിചാരിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. അസ്വസ്ഥത മാറ്റിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ മകൾ അതിൽ നിന്ന് പിന്മാറണം. ദൈവിക കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ, ആധ്യാത്മികരാണെങ്കിൽ അവരിങ്ങനെയുള്ള കാര്യത്തിലേക്ക് ആ അളിയനും പെങ്ങളും വരില്ല. അവർ കുറച്ച് മാറി നിൽക്കും. പക്ഷേ ഇതല്ല, അവർക്ക് വേറെ എന്തൊക്കെയോ കാര്യലാഭം ഇതിൻ്റെ പുറയിൽ കാണാം. എന്തൊക്കെയോ നേട്ടങ്ങൾ അമ്മയിൽ നിന്നും സാധിക്കാനും വേണ്ടിയിട്ടും കൂടെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഓർത്തു പോകുന്ന ഒരു വചനം പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1 പത്രോസ് 3 അധ്യായം 8-9 വചനം പറയാണ്: നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഓരോ കുടുംബത്തിലെയും ഓരോ മക്കളും അനുഗ്രഹത്തിന് പാത്രമാകാനും അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ഉള്ളവരാ. അവിടെ ഭിന്നത വളർത്തുവാനുള്ളതല്ല. അപ്പോൾ അവർ ആ ഒരു അശുദ്ധമായ പ്രവണതയിൽ നിന്ന് നൈസിയും ഭർത്താവും പിന്മാറണം. അതിന് ചെയ്യേണ്ടത് ഈ സഹോദരന്മാർ നന്നായി പ്രാർത്ഥിക്കുക. അവർക്ക് ദൈവത്തിൻ്റെ തിരിച്ചറിവിലേക്ക് വരുവാൻ,
പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഉണ്ടാകുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സമാധാനത്തോടെ ആ കാര്യം നീങ്ങുവാൻ വികാരിയച്ഛനോട് ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവരെ വിളിച്ച് ഒരു ബോധ്യം കൊടുക്കണം. വികാരിയച്ഛൻ വഴി കൊടുക്കണം. ഇവർ പറയരുത് നിങ്ങൾ ഇനി ഇതിനകത്ത് ഇടപെടരുത്, അല്ലെ നിങ്ങൾ ഇടപെടുന്നത് ശരിയല്ല. അങ്ങനെ വികാരിയച്ഛൻ വഴിയും ഒരു ബോധ്യം കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രാർത്ഥനയിലൂടെയും വികാരിച്ച നിർദ്ദേശത്തിലൂടെയും അത് പരിഹരിക്കുവാനായിട്ട് പരിശ്രമിക്കണമെന്നുള്ള ചിന്തയാണ് മേഴ്സി പങ്കുവച്ചത്. ഇബ്രഹാം എന്ത് പറയുന്നു? അത് തന്നെ അച്ഛൻ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ കത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഒരു 3 ആമക്കളും 4 പെണ്ണുങ്ങളും, എന്ന് വെച്ചാൽ 7 മക്കൾ. 7 മക്കളോട് കുടുംബം എന്ന് പറയുമ്പോൾ എത്രയോ സന്തോഷത്തോടെ ആയിരിക്കേണ്ട. നമ്മളിന്ന് സമൂഹത്തിലൊരു വലിയ വിഷയമാണല്ലോ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ കുറവുകൾ. എന്നാൽ അധികം മക്കളുള്ള കുടുംബത്തിൽ അവർ തമ്മിലുള്ള ബന്ധങ്ങളും സ്നേഹവും ഐക്യവും എല്ലാം ആയി അങ്ങനെ നിൽക്കേണ്ട ഒരു കുടുംബമാണ് ഈ പെങ്ങളുടെയും ഭർത്താവിൻ്റെയും കൈകടത്തിലൂടെ ഈ അസ്വസ്ഥമായി തീർന്നിരിക്കുന്നത്. എത്രയോ വലിയ സ്വർഗീയ അനുഭവത്തിൽ നിൽക്കേണ്ട ഒരു സ്ഥലം നരമാക്കാൻ ശ്രമിക്കുന്നു. അപ്പം അതിൻ്റെ പിന്നിൽ മേഴ്സി പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അവർക്ക് എന്തോക്കെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അവിടെ സ്വാധീനം ഏറ്റെടുത്തുകൊണ്ട് അമ്മയെ കയ്യിലെടുത്തുകൊണ്ട് എന്തോ ഒക്കെ നേടാൻ വേണ്ടി. ഇന്നെല്ലാം നേട്ടത്തിന് വേണ്ടിയാണല്ലോ നിൽക്കുന്നത്. എവിടെ നമ്മൾ സൗണ്ട് പറയുമല്ലോ, കമന്ന് വീണാൽ കാപ്പണം. എവിടെ ചെന്നാലും എനിക്ക് പണം ഉണ്ടാകണം. ഇതുപോലെ എന്തോ ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും പണമാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിനകത്ത് അവിടെ വന്ന് കരുതിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആമക്കളുള്ള വീടാണ്, ആരുമില്ലാത്ത വീടല്ല. അപ്പോൾ ഇവർ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഈ വികാരിച്ചൻ്റെ അച്ഛൻ പറഞ്ഞ ആദ്യത്തെ ആ സാക്ഷ്യം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. വികാരിച്ചൻ വഴി ഇവർ ഈ പ്രശ്നങ്ങൾ അച്ഛനെ അവതരിപ്പിച്ച് അച്ഛനെ ഇവരെ വിളിച്ച് അവരവിടുന്ന് മാറ്റിയേ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ അമ്മ എന്നും ഈ ബന്ധനത്തിലായിരിക്കും. ഇതൊരു ബന്ധനമാക്കി അമ്മയും ബന്ധനത്തിലാക്കി. ഇനി ഇതിൻ്റെ വീതങ്ങൾ വരുമല്ലോ. ആ വരുമ്പോൾ ഇത് വലിയൊരു വിഷയത്തിലേക്ക് ആ കുടുംബം. പക്ഷെ ഇപ്പം അമ്മ ഇതിൽ ഒത്തിരി അറ്റാച്ച്ഡ് ആണ്. അമ്മ അറ്റാച്ച്ഡാ, അതാണല്ലോ ഇവർ നോക്കുന്നത്. അപ്പം ഈ അമ്മയുടെ അറ്റാച്ച്മെൻറ്റ് മോളോടാ. അതെ. അപ്പോൾ ഈ വീതം കാര്യങ്ങൾ വരുമ്പോൾ അവിടെ വേറൊരു വിഷയത്തിലേക്ക് അത് തന്നെ വരും. അതുകൊണ്ട് തന്നെ പറ്റും. ഇപ്പം ഇപ്പോൾ വിചാരിച്ചൻ ജോർജ് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിചാരിച്ചന് അത് തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ പ്രാർത്ഥിക്കുകയും ജോർജ് കുട്ടിയുടെ പ്രാർത്ഥന വഴിയായും വിചാരിച്ചൻ അതിനകത്ത് ഇടപെട്ട് വളരെ നയപരമായിട്ടും വിവേകത്തോടു കൂടിയും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇവരവിടെ നിന്ന് മാറണം. അത് അവർ മാറണം. അതിനുവേണ്ടി ഏറ്റവും നല്ല വിചാരിച്ചൻ തന്നെയാണ്. ഇവർ അതിനായിട്ടൊന്ന് പരിശ്രമിക്കട്ടെ. അതാണ് ജോർജ് കുട്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജോർജ് കുട്ടി എല്ലാം ഭംഗിയാകും എന്ന് തന്നെ ഈശോയിൽ പ്രത്യാശിക്കുകയാണ്. നമുക്ക് അടുത്ത കത്ത് നോക്കിയാലോ? അച്ഛ, ആലപ്പുഴയിൽ നിന്നും മേരിക്കുട്ടി എന്ന വീട്ടമ്മയുടെ കത്താണ്. ബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങളുടെ മൂത്ത മകൻ വിവാഹിതനായിട്ട് ഇപ്പോൾ 6 വർഷമായി. അവൻ ഗൾഫിലാണ് ജോലി ചെയ്തിരുന്നത്. അവർക്കൊരു കുഞ്ഞുണ്ട്. പിന്നീട് അവൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തി. ഇപ്പോൾ നാട്ടിൽ തന്നെയാണ് അവൻ ജോലി ചെയ്യുന്നത്. അവൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ നാട്ടിൽ ഒരു ജോലിയുണ്ട്. അവൾ ജോലിയിൽ വളരെയേറെ താല്പര്യമുള്ളവളാണ്. ഒരു കുഞ്ഞിനെ കൂടെ വേണം എന്ന ആഗ്രഹം ഞാനും മകനും പ്രകടിപ്പിച്ചുവെങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നില്ല. അവൾക്ക് ജോലിയാണ് പ്രധാനം എന്നവൾ പറയുന്നു. അവളുടെ വീട്ടുകാരും ആ അഭിപ്രായത്തിൽ തന്നെ നിൽക്കുകയാണ്. ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കണമെന്നുള്ള ചിന്തയൊന്നും അവളുടെ മനസ്സിലേ ഇല്ല. ജോലി ചെയ്ത് പണം ഉണ്ടാക്കണമെന്ന വ്യഗ്രതയിലാണ് അവളിപ്പോൾ. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു മടുത്തു. ഇനിയും ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ അച്ഛൻ പ്രാർത്ഥിക്കണമേ. ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ മേരിക്കുട്ടിയുടെ വിഷമം മനസ്സിലാക്കുന്നുണ്ട്. കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹം തികച്ചും ശരി തന്നെയാണ്. എന്നാൽ അവൾ മനസ്സാകാത്തതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. മകൾ മനസ്സാകുന്നില്ല. മക്കൾ ദൈവദാനമാണെന്നത് ഓർക്കാത്ത ഒരനുഭവമാണ്. വീണ്ടും സങ്കീർത്തനം 127:3 പറയുന്നുണ്ട്, ഇപ്പോൾ ദൈവദാനമാണ് ഉദരഫലം എന്നുള്ള ആ ഒരു ബോധ്യം ഉള്ളിൽ കിട്ടിയിട്ടില്ല. അതാണ് ഈ മകളുടെ പ്രശ്നമെന്ന് ഞാൻ അറിയുകയാണ്. ഇപ്പോൾ വേണ്ട എന്ന് വെച്ച പലർക്കും പിന്നീട് മക്കളെ കിട്ടിയിട്ടില്ല എന്നുള്ളതും കുറച്ച് നാളത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും. ആദ്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞ് മതി എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ കിട്ടാതെ വന്നിട്ടുള്ള അവസരങ്ങളുണ്ട്. അത് ഞാനിവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തമ്പുരാൻ തരുന്ന മക്കളെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം ഈ കൊച്ചുമക്കൾക്ക് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്. സഭാപിതാവായ തെർത്തുല്യൻ പറയുന്നത് പോലെ, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് ജനിക്കാൻ ഇടം കൊടുക്കാത്തപ്പോൾ ആ കുഞ്ഞിനെ കൊന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ കുഞ്ഞിന് ഈ അപ്പൻ അമ്മയിലൂടെ പുറത്തു വരേണ്ടതാണ് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ നമ്മളതിന് ജന്മം കൊടുക്കാത്തപ്പോൾ
വാസ്തവത്തിൽ ആ കുഞ്ഞിനെ കൊന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഗൗരവം എത്ര വലുതാണെന്ന് തിരിച്ചറിയണം. കുഞ്ഞു വേണ്ട എന്ന ചിന്ത വാസ്തവത്തിൽ അതിൽ തന്നെ പാപമാണ്. ചില ദമ്പതികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്കൊരു 5 വർഷം കഴിഞ്ഞ് മതി പിള്ളേർ, അല്ലെങ്കിൽ പിള്ളേർ വേണ്ട നമുക്ക് ജീവിച്ചാൽ, അങ്ങനെയൊക്കെയുള്ള അത് കുറേയൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെ ഞാൻ ചിന്തിക്കുകയാണ്. ഈ ബോധ്യം അവൾക്കാണ് കിട്ടേണ്ടത്. വാസ്തവത്തിൽ നമുക്ക് കത്തെഴുതിയിരിക്കുന്ന മേരിക്കുട്ടിയാണ്. മേരിക്കുട്ടി കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. മോളോട് പേഴ്സണലായിട്ട് അവളെ ഒഫൻഡ് ചെയ്യാത്ത രീതിയിൽ വ്യക്തിപരമായിട്ട് അവളെ കണ്ട് സ്നേഹത്തോടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്താനായിട്ട് പരിശ്രമിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. പിന്നെ മറ്റൊരു നിർദ്ദേശം എനിക്കുള്ളത്, അവർ രണ്ടുപേരും കൂടി ഒരു ദമ്പതി ധ്യാനത്തിന് പോകാൻ നിർദ്ദേശിക്കും. എന്താ ഇപ്പോൾ ഒരു ധ്യാനം, ഇപ്പോൾ ഞാൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ധ്യാനത്തിന് ഞാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കും. എന്നാലും ഒരു കുറച്ചൊക്കെ അവധിയെടുക്കാനും എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ പോകാനായിട്ടൊന്ന് നിർദ്ദേശിച്ചാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും. അവൾക്ക് ഒരു കാര്യങ്ങൾ ബോധ്യമാകും എന്നുള്ളതിന് സംശയമില്ല. മേരിക്കുട്ടിയോട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, പ്രശ്നം വരിക അതിനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ഈ അപ്രോച്ച് തന്നെ ഉണ്ടാവേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനായിട്ട് പരിശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇബ്രാഹിമിന് എന്താ ഇതേപ്പറ്റി പറയാനുള്ളത്? പക്ഷെ ഒരാളെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ തന്നെ ലക്ഷ്യം കുഞ്ഞാണല്ലോ. അതെ, സാധാരണ പറയുമല്ലോ, ഒരു പുരുഷനായി സ്ത്രീയായി സൃഷ്ടിച്ചത് അവർ രണ്ടുപേരോട് ഒന്നാവണം. അതെ, ഒന്നാകുന്നതിൻ്റെ അവരുടെ സുഖത്തിന് വേണ്ടിയല്ല, അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കുഞ്ഞാണ്. ഈ കുഞ്ഞിനാണ് ഇപ്പോൾ ഇവർ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് നേരെ വിരുദ്ധമായിട്ടാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം ആ കുടുംബത്തിൽ യാതൊരു വിധത്തിലും ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവളുടെ മാതാപിതാക്കൾക്കും വേണ്ട എന്നാണ് അഭിപ്രായം കത്തിനകത്ത്. അവളുടെ മാതാപിതാക്കൾക്കും വേണ്ട. ഈ ഭാര്യ മോടെ കുഞ്ഞ് വേണോ വേണ്ടോ എന്ന് മോടെ അപ്പനും അമ്മയും എന്തിനാണ് തീരുമാനിക്കാൻ പോകുന്നത്? ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഇപ്പോൾ ഈ കുടുംബം ഇത് വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, നമ്മുടെ പല കുടുംബങ്ങളുടെ ഏറ്റവും വലിയ വിഷയം മോടെ അപ്പനും അമ്മയും തീരുമാനിക്കുന്നത് നീ ഒന്ന് മതി, നീ ഇനി കഷ്ടപ്പെടേണ്ട. അതിന് അവർക്ക് തന്നെ അവകാശം. അവൾക്ക് കുഞ്ഞ് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവൾക്കും അവിടെ ഭർത്താവിനും മാത്രമാണ്. വേറെ ആർക്കും അവിടെ സ്ഥാനമില്ല. ഇവരെ വിവാഹത്തിലേക്ക് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചത് തന്നെ ഇവർ വിവാഹിതരായി തീരാനും അവർ ശരീരം കൊണ്ട് ഒന്നായി തീരണം. ഒന്നിൻ്റെ റിസൾട്ടായ കുഞ്ഞ് വേണം. കുഞ്ഞ് നാളെ ഇവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവപദ്ധതി ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണല്ലോ കുഞ്ഞ്. ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇവരുടെ ഈ വാക്കുകൊണ്ട് ഇവർ തടഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയുടെ നീർച്ചാൽ ഈ കുടുംബത്തിലേക്ക് ഒഴുകേണ്ടത് അവർ തന്നെ തടയുക, അവരുടെ ഈ നോ എന്നൊരു വാക്കിലൂടെ. അവളേ ഉള്ളൂ. അതെ, അവളെ തന്നെ പറഞ്ഞേ, അവളുടെ മാതാപിതാക്കൾ അതൊരു ഗ്രൂപ്പാണ്. ആ മാതാപിതാക്കളെ മാറ്റി കിട്ടിയാൽ ഇവള് ചിലപ്പം സമ്മതിക്കും. ഇപ്പം ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഞാൻ മേഴ്സിയും കൂടെ ഇതുപോലെ തന്നെ ചിലരുടെ വീടുകളിൽ പ്രസവം നിർത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പെണ്ണിൻ്റെ അപ്പനും അമ്മയും വന്നിച്ച് നിങ്ങൾ എന്തിനാണ് ഇടപെടാൻ വരുന്നത്? അപ്പം ഞങ്ങൾ അവരെ ബഹളം വെച്ച് പുറത്തിറക്കി വിട്ടിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കാര്യം പല പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഈ കൺട്രോളിന് വരും. ഇവരുടെ ഇതൊന്ന് മാറ്റി കിട്ടിയാൽ ഇവള് ചിലപ്പോൾ ഭർത്താവിൻ്റെ യുദ്ധത്തിന് കീഴടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു പ്രശ്നമായി. അപ്പോൾ അത് അവരെ മകളും അതുപോലെ തന്നെ അവളുടെ മാതാപിതാക്കളും ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് എബ്രഹാം പറയുന്നത്. മേഴ്സി എന്ത് പറയുന്നതിനെ പറ്റി? ഇന്ന് കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികൾക്കുള്ള, പ്രത്യേകിച്ച് ജോലിയും വിദ്യാഭ്യാസവും ഒക്കെയുള്ള പെൺകുട്ടികളുടെ ഒരു ഭൂരിഭാഗം പേരുടെയും ചിന്താഗതി ഇതാണ്: അധികം മക്കൾ വേണ്ട, ജോബ് ഓറിയൻറ്റഡ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് പലരും പെൺകുട്ടികൾ വിവാഹ ജീവിതത്തിന് കയറുന്നത് തന്നെ. അവിടെ തന്നെ അത് മോശമായ ഒരവസ്ഥയാണ് പിന്നീട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ബലിയാടാകുന്നത് ഭർത്താക്കന്മാരാണ്. കാരണം അവർക്ക് ഭാര്യമാരുടെ മുമ്പിൽ ഒരുതരം താന്നു നിൽക്കണം. ഒരു കുഞ്ഞു വേണമെങ്കിലും ഇവരുടെ ഔദാര്യം വേണം. പണ്ട് കാലങ്ങളിൽ അങ്ങനല്ല, മുൻകാലങ്ങളിൽ അങ്ങനല്ല. ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു. കൂടാതെ ഇപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരു കുട്ടി മതി എന്നുള്ള നിലപാടിലാണ് പലരും. ഒരു കുട്ടി എനിക്ക് പേരിന് മതി. പക്ഷേ ഇവളുടെ ഈ നിലപാട് മാറ്റണമെങ്കിൽ അവളുടെ മാതാപിതാക്കൾ അവൾക്ക് നല്ല പാഠം പറഞ്ഞു കൊടുക്കണം. അപ്പനമ്മമാരുടെ പറച്ചിലൂടെ മാത്രമേ, പ്രത്യേകിച്ച് അമ്മായിയമ്മ എത്രയൊക്കെ സ്നേഹത്തിലും എത്രയൊക്കെ നന്മയിലും പറഞ്ഞു കൊടുത്താലും സ്വന്തം അമ്മ പറയുന്നത് പോലെ ഒരിക്കലും എടുക്കാൻ വഴിയില്ല. അപ്പോൾ അമ്മായിമ്മ പറയുമ്പോൾ അമ്മയ്ക്ക് ഇവളുടെ ജോലിയിൽ
വലിയ താല്പര്യം ഇല്ലാഞ്ഞിട്ടാകാം, മുമ്പോട്ട് ജോലി പോകുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടാകാം, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി വരും. പക്ഷെ അമ്മ പറഞ്ഞു കൊടുക്കണം, സ്വന്തം പെറ്റ അമ്മ പറഞ്ഞു കൊടുക്കണം, നമുക്ക് കുഞ്ഞ് വേണം, നിനക്ക് വീണ്ടും കുട്ടികൾ വേണം, ജോലിയല്ല, ജോലി ഇന്നോ നാളെയോ എപ്പോൾ വേണമെങ്കിലും പോകാം, തിരിച്ചു വരാം, ജോലി ചെയ്യാൻ ആരോഗ്യം ഉണ്ടെങ്കിലേ ജോലി ചെയ്യുള്ളൂ. എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ജോലി ചെയ്യാൻ മേലാതെ വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആദ്യം സ്വന്തം അമ്മമാർ. അവരുടെ വാക്കേ കൂടുതൽ അവർ വില വെക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ അമ്മായിയമ്മ മേരിക്കുട്ടി കൂടുതൽ വലിയ ഉപദേശത്തിന് പോകാതെ പ്രാർത്ഥിക്കട്ടെ മകൾക്ക് വേണ്ടി. അവളുടെ ചിന്താഗതിയെ കർത്താവിന് കൊടുത്ത്, അവളുടെ മനോഭാവങ്ങളെ ദൈവത്തിന് കൊടുത്ത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടണം അവളിൽ. അങ്ങനെ മക്കൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കട്ടെ. അമ്മയുടെ മനസ്സ് നിറഞ്ഞ് മനസ്സുരുകിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. കരുണ അവരിലേക്ക് ചൊരിയാനും അവളുടെ സ്വാർത്ഥ മനോഭാവം മാറിപ്പോകാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കട്ടെ. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 6-ാം വചനം പറയുന്നുണ്ടല്ലോ, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്ക് മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. വചനമൊക്കെ ഈ മകൾ വായിക്കുകയാണെങ്കിൽ, വചനത്തിലേക്ക് വരികയാണെങ്കിൽ, ധ്യാനത്തിലേക്ക് വരികയാണെങ്കിൽ ഒത്തിരി വ്യത്യാസം വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവൾക്കൊരു കൗൺസിലിംഗ് ഒന്നുമല്ല, ഒരു നല്ല ഒരു ധ്യാനമാണ് ആവശ്യം. ഒരു ദമ്പതി ധ്യാനമാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിന് പോകാൻ അമ്മ ഉപദേശിക്കുകയല്ല, അമ്മ പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്നത് പരിശുദ്ധ മാതാവിൻ്റെ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകൾക്ക് വേണ്ടി ഒരു നല്ല ധ്യാനം കൂടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അത്ഭുതം നടക്കും, അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മെസ്സി പറയുന്ന പ്രധാനമായിട്ടും നമുക്ക് കത്തെഴുതിയ മേരിക്കുട്ടി അല്ലേ, മേരിക്കുട്ടി പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കട്ടെ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. മേരിക്കുട്ടി അങ്ങനെ മരുമകളെ ഉപദേശിച്ചെടുക്കുകയല്ലായിരിക്കും. എന്നാൽ സ്വന്തം അമ്മ ഉപദേശിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ സ്വന്തം അമ്മ നമുക്ക് കത്തെഴുതിയിട്ടുമില്ല. സ്വന്തം അമ്മ ഇത് കേൾക്കുന്നുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. സ്വന്തം അമ്മ എതിരാണെന്നാണല്ലോ. സ്വന്തം അമ്മ എതിരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മേരിക്കുട്ടി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിൽ മകളോടും മകളുടെ അമ്മയോടും ശാന്തനമായിട്ടൊരു തിരുത്തലായിട്ടല്ല, ഉപദേശിച്ച് സ്നേഹമായിട്ടൊന്ന് പറയട്ടെ. അവിടെ പ്രാർത്ഥനയിലൂടെ ഒരു പരിഹാരത്തിലേക്ക് നയിക്കാം. മേരിക്കുട്ടി അസ്വസ്ഥപ്പെടാതിരിക്കുക, ദൈവം പരിഹാരം കാണിച്ചു തരും. ഞങ്ങൾ കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കും എന്ന വാഗ്ദാനം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോനാഥ, ഈ രണ്ട് കുടുംബങ്ങളെയും അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ ഈ നിമിഷം ആ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. അവരുടെ പ്രശ്നങ്ങൾ അങ്ങേക്കറിയാമല്ലോ. അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടുകയും ആ കുടുംബങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം അങ്ങ് കാണിച്ചു കൊടുക്കുകയും ചെയ്യണമേ. അങ്ങയുടെ പ്രത്യേകമായ പരിപാലനയോർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com